ഇന്ന് ഞാനേ നിങ്ങളോട് ഒരു സൂപ്പർ ഒരു പരിപാടി പറഞ്ഞുതരാം. എന്ന് വെച്ചാൽ നമ്മൾ ഈ ചൂട് കാലത്ത് ഇപ്പം നമുക്കറിയാലോ, നല്ല ചൂടാണ്, ആളുകൾ ഭയങ്കരമായിട്ട് നല്ല ചൂടിൽ പോകുന്നൊരു സമയമാണ്. ഈ സമയത്ത് നല്ല കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈ സമയങ്ങളിൽ നമ്മൾ ആളുകൾ കൂടുതൽ കുടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൂൾ ഡ്രിങ്ക്സ്, അല്ലെങ്കിൽ കുറച്ച് ശരീരത്തിന് തണുപ്പിക്കുന്ന രീതിയിലുള്ള പാനീയങ്ങൾ. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ വഴിയോര കച്ചവടങ്ങളിലൊക്കെ ഇഷ്ടംപോലെ നമ്മൾ കാണാറുണ്ടാവും ഈ സർബത്തും സോഡയും കാര്യങ്ങളൊക്കെ. അങ്ങനെ പല രീതിയിലുള്ളതും പല സംഭവങ്ങളും നമ്മൾ ജ്യൂസ് ഷോപ്പൊക്കെ കാണാറുണ്ട്. പക്ഷേ ഒരു ചെറിയ രീതിയിൽ ഒരു 10,000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തുടങ്ങിയിട്ട് എന്താ പറയുക, ഒരു ദിവസം ഒരു 10,500 രൂപക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു നല്ല പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലൊന്നുമില്ല, ആകെ ഒരു 3 ഐറ്റം വെച്ചുകൊണ്ട്, വെറും ഒരു 3 ഐറ്റംസ് മാത്രം വെച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. എന്നിട്ട് നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക, കുറച്ച് നല്ല രീതിയിൽ നമുക്കതിന് മൂവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നമുക്ക് വേറെയും കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ ഇറക്കി അതിനൊന്ന് വിപുലീകരിപ്പിക്കാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമുക്ക് കുറേ ഐറ്റംസ് കൂടുതൽ മറ്റുള്ള ഐറ്റംസുകളും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊണ്ട് നമുക്കതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതല്ല, നമ്മൾക്കിപ്പോൾ ഇതിങ്ങനെ തന്നെ മതി, നമുക്ക് ചെറിയ രീതിയിൽ ഒരു വരുമാന രീതിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ തുടങ്ങാൻ പറ്റുക ഈ ഒരു സമയത്ത് നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന, എന്നാൽ ലോ റിസ്ക്, തീരെ റിസ്ക് ഇല്ലാത്ത, വളരെ റിസ്ക് കുറഞ്ഞിട്ടുള്ള, വളരെ ചെറിയ മുതൽ മുടക്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു നല്ലൊരു ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ തുടങ്ങാൻ കഴിയുന്ന ഒരു പാനീയ ഷോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെസ്റ്റായിട്ട് ആളുകൾ കുടിക്കാൻ ആഗ്രഹിക്കുന്ന പാനീയങ്ങൾ. ഓക്കെ, അതിൽ 3 പ്രധാനമായിട്ടുള്ള 3 ഐറ്റംസുകൾ. ഓക്കെ, ഒന്ന് ലൈം ജ്യൂസ്, നാരങ്ങ വെള്ളം. ലൈം ജ്യൂസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ലൈം സോഡയും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, പെട്ടെന്ന് ആളുകൾ ഒന്ന് ക്ഷീണം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചൂടത്ത് അല്ല നടന്നിട്ട് യാത്ര ചെയ്തിട്ടൊക്കെ ഒരു ക്ഷീണത്തിന് ആളുകൾ പെട്ടെന്ന് കുടിക്കാൻ തോന്നുന്ന ആളുകൾക്ക് ഇഷ്ടമുള്ള ഒരു സംഭവങ്ങളിലൊന്നാണ് ലൈം ജ്യൂസ് എന്നുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയണത്, നമ്മളെല്ലാവരും അങ്ങനത്തെ ഒരു പാനീയം കുടിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു സാധനം എന്ന് പറയുന്നത് വാട്ടർ മിലൺ ജ്യൂസ്, തണ്ണിമത്തൻ എന്നുള്ളത് നമുക്കറിയാലോ, സീസണായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ആളുകളും നല്ല രീതിയിൽ റോഡ് സൈഡിലൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ബിസിനസ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. കൂടെ അതിൻ്റെ ജ്യൂസും കൊടുക്കാറുണ്ട്. പക്ഷേ ആ ഒരു സാധനം കൂടി നമ്മൾ ഒരു ചെറിയ കൗണ്ടർ ചെയ്തിട്ട് നമ്മളതിൽ ഉൾപ്പെടുത്തുക. ചെറിയ കൗണ്ടർ എന്ന് പറയുന്നത് നമുക്ക് റോഡ് സൈഡിലാവാം, അല്ലെങ്കിൽ സ്കൂളിൻ്റെ പരിസരം, ബസ് സ്റ്റാൻഡിൻ്റെ പരിസരം, കോളേജിൻ്റെ പരിസരം, പല രീതിയിൽ ക്രൗഡ് വരാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ആളുകൾ നടന്നു പോകുന്ന വഴികൾ, വണ്ടി പോകുന്ന സ്ഥലങ്ങൾ, എവിടെ വേണമെങ്കിലും വെക്കാം. നമുക്ക് എവിടെ വെച്ചാലും നമ്മൾ നല്ല രീതിയിൽ കച്ചവടം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് പിന്നെ മോരും വെള്ളം, നമുക്കറിയാലോ മോര്. അപ്പോൾ ഈ ഒരു 3 സാധനം, ഇത് 3ഉം ശരീരത്തിന് ഈ ഒരു സമയത്ത്, ഈ ഒരു സമ്മർ സമയത്ത് ആളുകൾ ഏറ്റവും കൂടുതൽ കുടിക്കാൻ ആഗ്രഹിക്കുന്ന, എന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്യൂസ് കുടിക്കുന്നവരുണ്ട്, മിൽക്ക് ഷേക്ക് കുടിക്കുന്നവരുണ്ട്, ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് ആളുകൾ കുടിക്കാൻ ആഗ്രഹിക്കുന്ന ഈ ഒരു സാധനങ്ങളിൽ ഈ ഒരു 3 സാധനം മാത്രം ഫോക്കസ് ചെയ്തിട്ട്, ഇപ്പോൾ നിങ്ങളൊരു കൗണ്ടർ ഇട്ട്, ഒരു ടാബ്ലറ്റ്, ഒരു എന്താ പറയുക, ടാബ്ലറ്റ് ഇട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ബക്കറ്റിൽ നമ്മൾ തണ്ണിമത്തൻ അടിച്ചു വെക്കുക. ഓക്കെ, തണ്ണിമത്തൻ അടിക്കുന്ന നമുക്ക് മിക്സി ഒന്നും വേണ്ട ആവശ്യമില്ല, നമുക്ക് കൈ കൊണ്ട് തന്നെ കട്ട് ചെയ്തിട്ടിട്ട് നമുക്ക് പഞ്ചസാരയും ഐസ് ക്യൂബൊക്കെ, ഐസൊക്കെ ഇട്ടിട്ട് നമ്മൾക്കൊരു ബക്കറ്റിൽ മിക്സ് ചെയ്ത് വെക്കാം. അതേപോലെ തന്നെ മോര് നമ്മൾക്ക് കലക്കി വെക്കാം. അത് ഇതുപോലെ കുപ്പിയിലോ അല്ലെങ്കിൽ എന്തിലൊക്കെ നമുക്ക് കലക്കിയിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. അതേപോലെ തന്നെ ലൈം എന്ന് പറയുന്നത് നമുക്കറിയണം, ഓർഡർ വരുന്ന സമയത്ത് തണുത്ത വെള്ളം ഒഴിച്ച് കൊടുത്ത് ലൈം പിഴിഞ്ഞ് അതിനെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കുക. ഇതിനൊന്നും വലിയ ചിലവില്ല. ഈ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ചിലവും കാര്യങ്ങളൊന്നുമില്ല. ഒരു കട്ടിംഗ് ബോർഡ് വേണം, കത്തി വേണം, കുറച്ച് നാരങ്ങ വേണം, ഉപ്പ് വേണം, അതേപോലെ പഞ്ചസാര, ഐസ് ക്യൂബ്, തണ്ണിമത്തൻ, തൈര്, ഇങ്ങനെ ഉള്ള കുറച്ച് സാധനങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടേബിളും, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ടേബിളിൻ്റെ സൈഡിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 2-3 ചെയറൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു 2 ആളുകൾക്ക് ഇരുന്ന് കുടിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് ഇരിക്കാൻ സൗകര്യത്തിന് 2 ചെയറോ 3 ചെയറോ അങ്ങനെ സൈഡിൽ വെച്ച് കഴിഞ്ഞിട്ട്
പറ്റുമെങ്കിൽ നിങ്ങൾക്കൊരു ഷീറ്റൊക്കെ ഇട്ട് ഷെഡാക്കിയിട്ട് സെറ്റ് ചെയ്യാം. അല്ല ഇനിയിപ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഐഡിയയിൽ നമുക്കൊരു ഷീറ്റോ തകരയോ അല്ലെങ്കിൽ ഒരു റൂമോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് റോഡ് സൈഡിലോ ഒരു വണ്ടിയിലോ അതൊക്കെ എങ്ങനെയുള്ള സെറ്റ് ചെയ്യാം നമുക്ക്. മനസ്സിലായി? ഇപ്പോൾ ഒരു ഒമ്മിനിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വണ്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഒരു സ്കൂട്ടി ഉണ്ടെങ്കിൽ പോലും നമുക്ക് ടേബിൾ ഫ്രണ്ടിൽ മടക്കി വെച്ച് കൊണ്ടുപോയിട്ട് നമുക്ക് എവിടെ റോഡ് സൈഡിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് നിരത്തി വെച്ച് നമുക്ക് ചെയ്യാൻ കഴിയും. ഇതിന് പ്രത്യേകിച്ച് കറണ്ടിൻ്റെ ആവശ്യമോ കാര്യങ്ങളൊന്നുമില്ല. രാവിലെ ഒരു 11 മണിക്ക് തുടങ്ങി രാത്രി വൈകുന്നേരം ഒരു 7 മണി 8 മണി വരെയൊക്കെ നമുക്ക് വെച്ചാൽ മതി. ഒരു 1500 രൂപ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് 1500 എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ ചെറുതാക്കി പറഞ്ഞതാണ്. അപ്പോൾ ഒരു 5000 രൂപയോളം മുടക്കി നമുക്കൊരു 1500 രൂപ ഡെയിലി ഉണ്ടാക്കാൻ കഴിയും എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഡെയിലി നമ്മൾ 1500 രൂപ എടുത്തിട്ട് നമ്മളതങ്ങനെ ഇതാക്കില്ലല്ല, നമ്മൾ കുറച്ച് ബിസിനസ്സിനെ ഒന്ന് വളർത്തെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ചും കൂടി സാധനങ്ങളൊക്കെ അതിൽ ആഡ് ചെയ്യാം. നമുക്ക് പൈസ കിട്ടുന്നതനുസരിച്ചിട്ട് ഓക്കെ, കുറച്ച് ദിവസം കിട്ടുന്ന പൈസ നമുക്ക് അതിൽ ആഡ് ചെയ്തിട്ട് കുറച്ചും കൂടി ഒന്ന് വിപുലീകരിപ്പിക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു സംഭവം ഇതേപോലെ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളതിനെക്കുറിച്ച് കൂടി ഫണ്ട് ഇറക്കി അതിന് വിപുലീകരിപ്പിക്കാം. അതിന് വേണമെങ്കിൽ ഒരു റൂമിൻ്റെ രീതിയിൽ സ്ട്രക്ചർ ചെയ്തെടുക്കാം. പല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ നിങ്ങൾ തുടക്കത്തിൽ ഈ ഒരു 3 സാധനങ്ങൾ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട്, ഈ ഒരു ലൈം ജ്യൂസ്, ലൈം സോഡ, തണ്ണിമത്തൻ, അതേപോലെ തന്നെ മോരും വെള്ളം, ഈ ഒരു 3 സാധനങ്ങൾ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് തുടക്കത്തിൽ ഈ സമ്മറിനെ നിങ്ങൾക്ക് ഒന്ന് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു ജ്യൂസ് പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു വരുമാനം ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ, ഒരു ചെറിയ മുതൽ മുടക്കിൽ ഒരു വരുമാനം ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും സൂപ്പറായിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യാൻ പറ്റിയ 3 സാധനം ഉണ്ടത്. അതിപ്പോൾ തുടങ്ങണം. കാരണം ഇപ്പം അതിന് ഏറ്റവും ആക്റ്റായിട്ടുള്ള ടൈമാണ്, ഇതിൻ്റെ ബെസ്റ്റ് ടൈമാണ്, സീസണാണ്. നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾക്ക് പരാജയപ്പെട്ടില്ല, അല്ലെങ്കിൽ തോറ്റു പോവില്ല, അല്ലെങ്കിൽ അതിന് കച്ചവടം നടക്കാണ്ടിരിക്കില്ല. 100% നിങ്ങൾ വിജയിക്കും. വിജയിക്കൽ മാത്രമല്ല, വിജയിക്കൽ മാത്രമല്ല, ഇതോടുകൂടി നിങ്ങളൊരു ബിസിനസ്മാൻ ആവുകയും ചെയ്യും. ഇതോടുകൂടി നിങ്ങൾ വലിയൊരു സംരംഭത്തിൻ്റെ ഉടമയാവാനും സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് കുറേ ഐഡിയകളും കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും. നിങ്ങൾ തുടർന്നുള്ള ചിലപ്പോൾ ഇതിനെ തന്നെ നിങ്ങൾ വിപുലീകരിപ്പിച്ച് വലിയൊരു ബിസിനസ് സംരംഭകനാവാൻ സാധ്യതയുള്ള സംഭവമാണ്. അപ്പോൾ ഈ സമ്മറിൽ എല്ലാ ആളുകളും കുടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പാനീയമാണ് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ. അത് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു തുടക്കം, ചെറിയ രീതിയിൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു തുടക്കം എന്നോണം ഈ ഒരു സംഭവം നിങ്ങൾ പരീക്ഷിച്ച് നോക്കും. ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ.